ഇതാണ് കേട്ടോ നമ്മുടെ പൂമല ഡാം. സോറി, ഇത് ഗാന്ധിജിയാണ്. ഇതിൻ്റെ പുറകെ കാണുന്നത് ഇത് നിറയെ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ബോട്ടിങ്ങോ കയാക്കിങ്ങോ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ വരുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഡാമിൻ്റെ മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു കെട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കാണാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മളിതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് അങ്ങ് അറ്റം വരെ നടക്കണം. അങ്ങ് അറ്റത്തെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങണം. താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ അത് ഇങ്ങനൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നടത്തമാണ്, നല്ലപോലെ നടക്കാനുണ്ട്. ഒരുപാട് നടന്ന് പോകണം. അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയറായിട്ട് വെള്ളം ചാടുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇതാണ് കേട്ടോ അത്. പക്ഷേ ഇതെൻ്റെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, ഇതായിരുന്നു ഗൈസ് റിയാലിറ്റി. അപ്പോൾ ഇത് കണ്ടത് ഓടിക്കളഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട്